അങ്ങനെ അനന്തപുരി തറവാട്ടിലെ കലുഷിതമായ അന്തരീക്ഷം ഇപ്പോൾ നവ്യയുടെ അഹങ്കാരത്തിന്റെയും അബിയുടെ കൗശലങ്ങളുടെയും വിളനിലയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം എന്താണെന്നറിയാത്ത നവ്യ ആദർശിന്റെയും നവ്യയുടെയും നന്മയെ പോലും സംശയത്തോടെയാണ് കാണുന്നത്. സത്യം അറിഞ്ഞാൽ നവ്യ തകർന്നു പോകുമെന്നും ഒരു പക്ഷേ ജീവൻ പോലും അപകടത്തിലാവുമെന്നും ഭയന്നാണ് എല്ലാവരും മൗനം പാലിക്കുന്നത്. എന്നാൽ ഈ മൗനത്തെ തന്റെ വിജയമായി കാണുന്ന നവ്യ എല്ലാവരോടും തട്ടിക്കയറുകയാണ്. നയനയോടുള്ള അവളുടെ ദേഷ്യവും പകയുമെല്ലാം തന്നെ വാക്കുകളിൽ വിഷമായി പടരുന്നു. മുത്തശ്ശനും മുത്തശ്ശിയും നൽകുന്ന ഉപദേശങ്ങൾ പോലും അവൾ പുച്ഛിച്ചു തള്ളി. എന്നാൽ വിധി അവൾക്കായി മറ്റൊന്നു തന്നെ കരുതി വെച്ചിരുന്നു. മുത്തശ്ശനൊടുവിൽ ആ സത്യം അവളോടങ്ങ് വെളിപ്പെടുത്തി. അതോടുകൂടി തന്നെ നവ്യയുടെ ലോകം കീഴ്മേൽ മറയുന്നത് പോലെ അവൾക്ക് തോന്നി. താൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന അബി തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ചന്തുമോൾ തന്റെ ഭർത്താവിന്റെ തന്നെ ചോരയായിരുന്നു എന്നുള്ള സത്യമെല്ലാം തന്നെ അവളെ ആകെ തളർത്തി കളഞ്ഞു. അതേസമയം മറ്റൊരു വശത്ത് പ്രണയത്തിന്റെ നിസ്സഹായാവസ്ഥയിൽ അനി ഉഴലുകയാണ്. നവീൻ വക്കീലിനോട് തനിക്കുള്ള കടപാടും തന്റെ പ്രണയവും തമ്മിലുള്ള വലിയൊരു യുദ്ധമാണ് അനിയുടെ മനസ്സിൽ നടക്കുന്നത്. നവീൻ നന്ദുവിനെ സ്നേഹിക്കുന്നു എന്ന് തുറന്നു പറയുമ്പോൾ അനിയുടെ ഭൂമി പിളരുന്നത് പോലെ അവന് തോന്നിയിരുന്നു. നവീൻ ചോദിക്കുന്നുണ്ട്, അനി, നീ നന്ദുവിനോട് സംസാരിച്ചോ? എനിക്ക് അവളെ എത്രത്തോളം ഇഷ്ടമാണെന്ന് നിനക്കറിയാമല്ലോ. അവളുടെ ആ ഒരു തന്റെ ഇടം, അവളുടെ സ്മാർട്ട്നെസ്സുമാണ് എന്നെ ആകർഷിച്ചത്. അന്നേരം അനി വാക്കുകൾ കിട്ടാതെ പതറി. നവീൻ തുടർന്നു, എന്റെ വീട്ടിൽ അമ്മക്ക് ഇത്തരം കുട്ടികളെയൊന്നും ഇഷ്ടമില്ല. വീട്ടിലൊതുങ്ങിക്കൂടുന്ന പെൺകുട്ടികളെയാണ് അമ്മ നോക്കുന്നത്. പക്ഷേ എനിക്ക് നന്ദുവിനെ മതി. നീ എന്റെ കൂടെ നിൽക്കില്ലേ? നവീന്റെ വാക്ക് കേട്ട് അനിയുടെ ഉള്ളിൽ കരച്ചിൽ വരുന്നുണ്ട്. എങ്കിലും അവൻ അതൊന്നും പുറത്തു കാണിച്ചില്ല. എങ്ങനെയെങ്കിലും ഈ വിവാഹമാലോചന മുടക്കാൻ അനി ശ്രമിക്കുന്നുണ്ട്. നവീൻ, അമ്മക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുചെന്നു കഴിഞ്ഞാൽ അത് പിന്നെ വലിയ പ്രശ്നമാവില്ലേ? നന്ദു അവിടെ സമാധാനമായി ജീവിക്കല്ലേ? നീ അമ്മയുടെ ഇഷ്ടം നോക്കുന്നതല്ലേ നല്ലത് എന്ന് അനി ചോദിക്കുമ്പോൾ നവീൻ ഉറപ്പിച്ചു പറഞ്ഞു, അമ്മയെ മാറ്റിയെടുക്കാൻ നന്ദുവിന് കഴിയും. അനി, നീ ഒന്ന് സഹായിച്ചാൽ മാത്രം മതി എന്ന് പറയും. അന്നേരം അനി ആകെ കുഴങ്ങിപ്പോവാണ്. നവീനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ. അനന്തപുരിയിൽ നവ്യയുടെ അഹങ്കാരം അതിന്റെ ഉച്ചസ്ഥായിലാണ്. മോഡലിംഗ് രംഗത്ത് പേരെടുക്കുന്നതിന്റെ ഗർവ് അവൾക്കുണ്ട്. അബിയോടൊപ്പം കാറിൽ വന്നിറങ്ങിയ നവ്യ വീട്ടിലിരിക്കുന്ന നയനെ കണ്ടപ്പോൾ പുച്ഛത്തോടെ പറഞ്ഞു, എടി നയനെ, എനിക്കൊരു ജ്യൂസ് എടുത്തുകൊണ്ട് വന്നേ. ജോലി കഴിഞ്ഞ് തളർന്നു വരികയായിരുന്നു ഞാന്. നിനക്കിവിടെ വെറുതെ ഇരുന്നാ മതിയല്ലോ. നയന ശാന്തമായി തന്നെ മറുപടി നൽകി, ചേച്ചിക്ക് ജ്യൂസ് വേണമെങ്കിൽ അമ്മയോട് ചോദിക്ക്. എനിക്ക് വയ്യാത്തതാണെന്ന് ചേച്ചിക്കറിയാവുന്നതല്ലേ. ഇത് കേട്ടതോടുകൂടി തന്നെ നവ്യ അവളോട് തട്ടിക്കയറി. നീ ഗർഭിണിയായതുകൊണ്ട് വലിയ കാര്യമാണെന്നാണോ നിന്റെ വിചാരം? എന്നെയും അബിയെയും ഇവിടെ ആരും മാനിക്കുന്നില്ല. ഉടനെ തന്നെ ജലജ അങ്ങോട്ടേക്ക് വന്നിട്ട് നവ്യയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു, എന്റെ മരുമോൾക്ക് ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരാം. ഇവൾ ആരും തരണ്ട എന്ന് പറഞ്ഞ് അവർ നവ്യയെ കൊണ്ടുപോകുന്നു. നയന ഈ മാറ്റങ്ങൾ കണ്ട് സങ്കടത്തോടു കൂടെ തന്നെ അമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അമ്മേ, നവ്യജി മുത്തശ്ശനെയും മുത്തശ്ശിയും ആരെയും ഇവിടെ ബഹുമാനിക്കുന്നില്ല. ഇനി സത്യങ്ങളെല്ലാം തന്നെ ഞാൻ തന്നെ തുറന്നു പറയേണ്ടി വരുമോ എന്ന് ഭയക്കുന്നു എന്നൊക്കെ പറയും. നവ്യയുടെ അഹങ്കാരം ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞാത്തത് കൊണ്ടാണ് കേട്ടോ നയന ഈ ഒരു സത്യമെല്ലാം തന്നെ കനകദുർഗയോട് വിളിച്ചു പറഞ്ഞത്. അങ്ങനെ സന്ധ്യ കഴിഞ്ഞ് നവ്യ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ മുത്തശ്ശൻ ഹാളിൽ തന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ നവ്യ, നീ ഇത്ര വൈകിയത്? നീ ഒറ്റക്കാണോ വന്നത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ നവ്യയുടെ മറുപടി പരുഷമായിരുന്നു. ഞാൻ ജോലിക്ക് പോകുന്നതാണ്, അല്ലാതെ വെറുതെ തെണ്ടി തിരിഞ്ഞു നടക്കുന്നില്ല. ഇതിപ്പോ എല്ലാവർക്കും ഒരു പ്രശ്നമാണോ? മുത്തശ്ശി ഇടപെട്ടു. നവ്യ, നീ ആരോടാണ് ഈ സംസാരിക്കുന്നത്? നിനക്കൊന്ന് വല്ല ബോധമുണ്ടോ? മുത്തശ്ശനോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ നിനക്ക് അവകാശമില്ല. നവ്യ വഴക്കിടാൻ തുടങ്ങിയപ്പോൾ ദേവയാനി വന്ന് വിലക്കി. മിണ്ടി പോവരുത് നവ്യെ, നീ പരിധി വിടുന്നുണ്ട്. നവ്യ ദേഷ്യത്തോടെ തന്നെ മുകളിലേക്ക് കയറിപ്പോയി. എന്നാൽ ഈ അഹങ്കാരമെല്ലാം തന്നെ തകരാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ആശുപത്രിയിൽ കിടന്ന അനഘക്ക് ബോധം തെളിഞ്ഞു. അവൾ ഡോക്ടറോട് നവ്യയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു. എനിക്ക് സത്യങ്ങളെല്ലാം തന്നെ വിളിച്ചു പറയണം ഡോക്ടർ. ആ കുടുംബം തകരുന്നത് കാണാൻ ഇനിയും എനിക്ക് വയ്യ. അബിയുടെ വഞ്ചന നവ്യ അറിയണം. നവ്യ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ അനഘ എല്ലാ സത്യങ്ങളും അവളോട് വെളിപ്പെടുത്തി. അബി തന്നെ ചതിച്ചുവെന്നും ചന്തുമോളുടെ പിതൃത്വം എല്ലാ തെളിവുകൾ സഹിതം തന്നെ അവൾ നവ്യയോട് പറഞ്ഞു. അതോടുകൂടെ തന്നെ നവ്യയുടെ ആ ഒരു ലോകം, അവൾ കെട്ടിപ്പടുത്ത ലോകം തന്നെ അങ്ങ് തകർന്നു പോവാണ്. താൻ ആരെയാണോ സംരക്ഷിച്ചത് അവൻ തന്നെ വഞ്ചിക്കുകയാണെന്നും ഇത്ര കാലം തന്നെ ചതിക്കുകയാണെന്നും താൻ ആരെയാണോ ആക്ഷേപിച്ചത് അവർ പുണ്യാളന്മാരാണ് എന്നും അവൾ തിരിച്ചറിഞ്ഞു. കടുത്ത കുറ്റബോധത്തോടുകൂടി തന്നെ നവ്യ നേരെ നന്ദാവനത്തിലേക്ക് ഓടി. അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് വിങ്ങിപ്പൊട്ടി അവൾ മാപ്പു ചോദിച്ചു. അമ്മേ, അച്ഛ, നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. ഞാൻ ആ മനുഷ്യനെ, എൻ്റെ ഭർത്താവിനെ ഞാൻ അങ്ങ് വിശ്വസിച്ചു പോയി. അവൻ എന്നെ ഇത്രയും കാലം ചതിക്കുമായിരുന്നു. ആദർശേട്ടനോടും നയനോടും ഞാൻ വലിയ തെറ്റ് തന്നെയാണ് ചെയ്തത്. അങ്ങനെ നവ്യയുടെ കണ്ണുനീർ കണ്ട് കനകദുർഗയും ഗോവിന്ദനും അവളെ ആശ്വസിപ്പിച്ചു. താൻ ചെയ്ത തെറ്റുകൾക്ക് പരിഹാരം ചെയ്യണമെന്ന് നവ്യ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു.
അങ്ങനെ നന്ദാവനത്തിന്റെ ഉമ്മറത്തെത്തി നവ്യ പൊട്ടിക്കരയുമ്പോൾ ആ കരച്ചിൽ കേവലം സങ്കടത്തിൻ്റെതല്ലായിരുന്നു, മറിച്ച് താൻ ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ അഹങ്കാരത്തിന്റെ കോട്ടകളെല്ലാം തന്നെ തകർന്നു വീഴുന്നതിന്റെ ശബ്ദം കൂടിയായിരുന്നു അത്. കനകദുർഗ മകളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഗോവിന്ദൻ ദേഷ്യം മറന്ന് നിസ്സഹായനായി മകളെ നോക്കി നിൽക്കുന്നു. എല്ലാം കഴിഞ്ഞില്ലേ മോളെ, സത്യം ഏതായാലും നീ അറിഞ്ഞല്ലോ, അത് മതി, അത് നിനക്ക് മനസ്സിലാക്കാനും പറ്റിയല്ലോ, ഗോവിന്ദൻ തളർന്ന സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ നവ്യയുടെ ഉള്ളിൽ ഒരു അഗ്നിപർവ്വതം പുകയുന്നുണ്ടായിരുന്നു. അത് അഭിയോടുള്ള പകയായിരുന്നു. കണ്ണുകൾ തുടച്ചുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്നും എഴുന്നേറ്റു. അവളുടെ നോട്ടത്തിൽ പഴയ അഹങ്കാരത്തിന് പകരം ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അമ്മേ, ഞാൻ ചെയ്ത തെറ്റുകൾക്കൊരിക്കലും മാപ്പില്ല. പക്ഷേ ഈ ചതിക്ക് പകരം ചോദിക്കാതെ എനിക്ക് സമാധാനം കിട്ടില്ല. എന്നെ ഇത്രയും കാലം ഒരു കളിപ്പാവയാക്കി നിർത്തി അനന്തപുരിയെ മുഴുവൻ ദ്രോഹിച്ച ആ വഞ്ചകനെ ഞാൻ ഏതായാലും വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല, അവൾ ദൃഢസ്വരത്തിൽ തന്നെ പറഞ്ഞു. അന്നേ ദിവസം രാത്രി അനന്തപുരി തറവാട് സാക്ഷ്യം വഹിച്ചത് മുൻപ് കണ്ടിട്ടില്ലാത്ത ഒരു കൊടുങ്കാറ്റിലായിരുന്നു. നവ്യ തിരിച്ചെത്തുമ്പോൾ അഭിയും ജലജയും ഹാളിൽ നിന്നിരുന്ന് അടുത്ത നീക്കങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. നവ്യയെ കണ്ടതോടുകൂടി തന്നെ അഭി പതിവ് പോലെ തന്നെ പരിഹാസത്തോടെ അങ്ങോട്ടേക്ക് വന്നു. എന്താ നവ്യേ, നീ വല്ലാത്തൊരു ലുക്കാണല്ലോ, നിന്റെ ആ വലിയ മോഡലിംഗ് കോൺട്രാക്ട് വല്ലതും കിട്ടിയോ എന്നൊക്കെ ചോദിച്ച് വളരെയധികം സ്നേഹത്തോടെ തന്നെ അവളുടെ തോളിൽ കൈവെക്കാൻ വാഞ്ഞ അഭിയുടെ കർണത്തേക്ക് ഞടിക്കാണ് നവ്യ. അതോടുകൂടി തന്നെ അഭി അങ്ങ് നിലത്തേക്ക് തെറിച്ചു. തറവാട് ഒന്നാകെ സ്തംഭിച്ച് നിന്നുപോയി. മുത്തശ്ശനും ദേവയാനിയും നയനയും എല്ലാവരും തന്നെ ആ ശബ്ദം കേട്ടുകൊണ്ട് തന്നെ ഹാളിലേക്ക് എത്തി. ജലജ അലറിക്കൊണ്ട് പറഞ്ഞു, എടി നീ എന്താടി കാണിച്ചത്? എന്റെ മോനെ തല്ലാൻ മാത്രം നിനക്ക് എങ്ങനെയാടി ധൈര്യം വന്നത്? നവ്യ ജലജയെ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ പറഞ്ഞു, നിന്റെ മകൻ എന്ത് യോഗ്യതയുള്ളവനാണെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞു. അനഘയുടെ ജീവിതം നശിപ്പിച്ചു, ഈ കുടുംബത്തിന്റെ സമാധാനം കെടുത്തിയതും പോരാഞ്ഞിട്ട് ഒരു കുഞ്ഞിനെ പോലും തെരുവിലാക്കാൻ ശ്രമിച്ച ഈ നരാധനെയാണല്ലോ ഞാൻ സ്നേഹിച്ചത് എന്നോർക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുന്നു. അന്നേരം അഭി വിറക്കുന്നുണ്ടായിരുന്നു നവ്യയുടെ വാക്ക് കേട്ടിട്ട്. അവന്റെ കള്ളങ്ങൾ ഓരോന്നോരോന്നായിട്ട് നവ്യ വിളിച്ചു പറഞ്ഞു. നയനയോടും ആദർശിനോടും അവൾ പരസ്യമായി തന്നെ മാപ്പ് ചോദിച്ചു. ആദർശ് പറഞ്ഞു, നവ്യേ, നിനക്കിത് നേരത്തെ തന്നെ അറിയാമായിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷേ വൈകിയാണെങ്കിലും നീയും സത്യം തിരിച്ചറിഞ്ഞല്ലോ. മുത്തശ്ശൻ അഭിയെ വീട്ടിൽ നിന്നും ഇറക്കിവിടാൻ ഉത്തരവിട്ടു. ജലജയും അഭിയും നാണം കെട്ട് അവിടെ നിന്നും പടിയിറങ്ങി. നാളുകൾക്ക് ശേഷം അനന്തപുരിയിൽ പഴയ സമാധാനം തിരിച്ചു വന്നു. നവ്യ ഇപ്പോൾ ചന്തുമോളെ സ്വന്തം മോളെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. അനികയുടെ ചികിത്സാ കാര്യങ്ങൾ അവൾ തന്നെ ഏറ്റെടുത്തു. എന്നാൽ മറ്റൊരു വശത്ത് അനി തന്റെ പ്രണയം നന്ദുവിനോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചിരുന്നു. നവീൻ വക്കീല് അനിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. നവീൻ, എനിക്ക് നിന്നോട് കടപ്പാടുണ്ട്. പക്ഷേ നന്ദുവിനെ ഒരിക്കലും എനിക്ക് വിട്ടുതരാൻ പറ്റില്ല. കാരണം അവളാണ് എൻ്റെ ലോകം. നവീൻ ഈ സത്യമെല്ലാം നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു. നവീൻ ഒരു വലിയ മനുഷ്യനായി ചിരിച്ചുകൊണ്ട് തന്നെ അനിയുടെ തോളിൽ തട്ടി. സൗഹൃദത്തെക്കാൾ വലുതല്ല അനി എനിക്ക് മറ്റൊന്നും. നിന്റെ പ്രണയം നീ തന്നെ സ്വന്തമാക്കിക്കോ. ഇപ്പോ ഒരുപാടധികം വൈകിട്ടാണ് ഞാൻ അറിഞ്ഞത് നീ സ്നേഹിക്കുന്നത് നന്ദുവിനെയാണെന്ന്. അതറിഞ്ഞ നിമിഷം മുതൽ തന്നെ ഞാൻ അതിന്റെ മനസ്സിൽ നിന്നും വിട്ടു എന്നൊക്കെ അനിയോട് തുറന്നു പറയാണ് നവീൻ. ഇതേ സമയത്ത് തന്നെ അനന്തപുരിയുടെ മുറ്റത്ത് നയനയും നവ്യയും ചേർന്നുകൊണ്ട് തന്നെ ചന്തുമോളെ കളിപ്പിക്കുകയാണ്. തെറ്റുകളെല്ലാം തിരുത്തി എല്ലാവരും ഒന്നാവുന്ന ആ ഒരു നിമിഷത്തിനായി നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.